എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ അമോഷമായിട്ട് കൊല്ലത്ത് പോയപ്പോഴത്തേക്ക് കൊല്ലത്ത് തേവള്ളി പാലത്തിനടുത്തുള്ള സെന്റ് കസിമീസ് ചർച്ചിലെ ലൈറ്റിംഗ് കണ്ടപ്പോൾ ആൾക്ക് അത് കാണണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഏകദേശം രാത്രി ഒരു 10 മണി അടുപ്പിച്ചായി കാണും. ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ ലൈറ്റിംഗ് അതിഗംഭീരമായിട്ട് അവർ നിലനിർത്തിയിരിക്കുകയാണ്. ഇതുവരെ അഴിച്ചു മാറ്റിയിട്ടില്ല. അതിൽ പ്ലാസ്റ്റിക് കുപ്പികൾ കട്ട് ചെയ്തിട്ട് പ്രത്യേക രീതിയിലുണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. പ്ലാസ്റ്റിക്കിന്റെ വെള്ള കുപ്പികൾ കട്ട് ചെയ്ത് പ്രത്യേക രീതിയിൽ നിർത്തിയ ശേഷം അതിനകത്ത് ലൈറ്റിംഗ് കൊടുത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, അതിനോട് ചേർന്ന് ആ ചർച്ചിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന പുൽക്കൂടും അതിനൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ അമോഷനെ കണ്ടപ്പോൾ വളരെ അത്ഭുതമായിട്ട് തോന്നി. അയാൾക്ക് വളരെ താല്പര്യത്തോടെ കുറെ ഞങ്ങൾ 10-15 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തു. വളരെ ശാന്തമായ ഒരു സ്ഥലമാണിത്. തേവള്ളി പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടമുടി കായലിന് കുറുകെയുള്ള പാലമാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് റാവിസ് ഹോട്ടലും ഹോട്ടൽ ഓൾ സീസണും ഒക്കെ ഉള്ളത്. ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് കൂടിയായിരിക്കണം ഈ ഒരു ലൈറ്റിംഗ് അവരിപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. വളരെ റോഡിന്റെ 2 വശങ്ങളിലും അവർ പ്രത്യേകിച്ച് ഈ അലങ്കാരങ്ങളെല്ലാം ഇതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ കൊല്ലത്തൊക്കെ വരുന്നവർക്ക് ഈ ഒരു ചർച്ച് ഒരു നല്ല രസകരമായ ഒരു കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് പാപ്പയുടെ ഒരു വലിയ രൂപം അവിടെ വെച്ചിട്ടുണ്ട്. ഇതും ക്രിസ്മസ് പാപ്പ ഇയാൾക്ക് വളരെ ഇഷ്ടമാണ്. കരോളൊക്കെ വരുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് പുറത്തിറങ്ങി നിന്ന് കാണുന്നതാണ് അമോഷിന്റെ ഒരു രീതി എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് ആ ക്രിസ്മസ് പാപ്പയുടെ അടുത്ത് തന്നെ കുറെ നേരം അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു വീഡിയോസും അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഒരു ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറെ നേരം ഇതിനെ ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയ അതിഗംഭീരമായിട്ടുള്ള ഈ ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നു. അപ്പൊ കൊല്ലത്തൊക്കെ വരുന്നവര് തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചിന്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നിമിഷം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് എല്ലാ ആൾക്കാർക്കും, എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാർക്കും കയറി അവിടെ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കയറി നിൽക്കുന്നതിനോ ഫോട്ടോസ് എടുക്കുന്നതിനോ ഒന്നും പള്ളിയധികാരികളോ മറ്റു ആൾക്കാരോ ഒന്നും വിശ്വാസികളോ ഒന്നും ഒരു പ്രശ്നവും പറയുന്നില്ല.